ഫ്രാൻസിൽ വന്നേ പിന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ജോലിയില്ലാത്തൊരു ദിവസം കണ്ടുപിടിച്ചിട്ട് ആ ദിവസം ഏതെങ്കിലും ട്രെയിൻ എടുത്ത് ഏതെങ്കിലും മൂലൊക്കെ പോയി ഇറങ്ങി ആ സ്ഥലം കാണുക, ആ സ്ഥലത്തിന് വീഡിയോസ് എടുക്കുക, നിങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പഠിക്കുക. ഇതൊക്കെ എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ട ഒരു സ്ഥലത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മലയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യണ ഈ ഒരു കോട്ടയുടെ പേരെന്ന് പറയുന്നത് ഷത്യുദില മതിൽ നിന്നാണ്. ഏകദേശം പാരീസിൽ നിന്ന് 1 മണിക്കൂർ മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തെത്താൻ പറ്റും. ഇവിടെ ആദ്യം ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഈ കാണുന്ന ഇല പോയ മരമായിരുന്നു. 11ാം നൂറ്റാണ്ടിൽ ഷെവറിസ് താഴ്വരേന ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇവർ കോട്ട പണിതത്. ഈ ഒരു കോട്ടയ്ക്ക് ഷത്യുദില മതിൽ എന്ന് പേര് വരാൻ കാരണം കോട്ടയുടെ ചാപ്പല് പരിശുദ്ധ മേരി മഗ്ദലേനായ്ക്ക് സമർപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ ആ പേര് വന്നതാണ് ഹിസ്റ്ററി പറയണത്. കോട്ടയുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. മലകൾക്ക് താഴെയായിട്ട് കാണുന്ന ഈ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഈ ഒരു കോട്ടയുടെ അകത്ത് തന്നെ വൈൻ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ നേരെ പോയത് ഒരു ഫോറസ്റ്റിലേക്കാണ്. ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി നിങ്ങൾ കാണാനായിട്ട് നമ്മുടെ നാടിനെയൊക്കെ സൂചിപ്പിക്കണ ഒരു വലിയൊരു വയൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വിമാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 750 ദൈർഘ്യമുള്ള ഒരു വലിയൊരു ഫോറസ്റ്റ് ആണത്. ഈ ഒരു ഫോറസ്റ്റ് കണ്ടു തീർക്കാൻ തന്നെ ഏകദേശം ഒരു ദിവസം വേണ്ടി വരും. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടത് 2 കപ്പിൾസ് അവർ കുതിരയിൽ സവാരി ചെയ്തു പോകുന്ന കാഴ്ച. പിന്നെ അവിടെ നമ്മൾ നേരെ എത്തിയത് ഈ ഒരു കുതിരയുടെ ഫാമിലേക്കായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 കുതിരകളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് കേട്ടോ. ഫോറസ്റ്റിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളവിടെ സ്ട്രീറ്റുകൾ കാണാൻ മറന്നുപോയി. അങ്ങനെ സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോൾ സ്ട്രീറ്റൊക്കെ ഭയങ്കര കാമൻ ക്വയറ്റായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോഴേക്കും വളരെ മനോഹരമായിട്ടുള്ള ചെറിയൊരു കനാലൊക്കെ ഉള്ള ഒരു സ്പോട്ട് കണ്ടു. ഇവിടെ എല്ലാ വീടുകളിലേക്കും പോകാനായിട്ട് ചെറിയ പാലവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ പറയണത് പണ്ട് ഇതിൽ കൂടെയൊക്കെ വഞ്ചി പോയിരുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.